ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്വീറ്റ് റെസിപ്പി ആട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. വട്ടലപ്പം. അതിന് വേണ്ടി കുറച്ച് കാഷ്യൂസ് എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 ഏലക്കായും കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 4 മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു 200 ml പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള നമ്മുടെ നോർമൽ പാലാണ്. എന്നിട്ട് അതും കൂടെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അരിച്ചിട്ട് വേണം ശരിക്കും നിങ്ങൾ ഈ മോൾഡിലേക്ക് ഒഴിക്കാനായിട്ട്. ഞാൻ പക്ഷെ അരിക്കാണ്ട് ഒഴിച്ചു. അതിൻ്റെ പണി ഞാൻ വൈകാണ്ട് ബാക്കിൽ കാണിച്ചു തരുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്കത് 20 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഇഡലി ചട്ടിയുടെ ആവിയിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ വട്ടലപ്പം ഇവിടെ റെഡി. ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. നിങ്ങൾ മാവ് റെഡിയാക്കുന്ന സമയത്ത് ഇത് കണ്ടോ, അടിവശത്ത് നമ്മുടെ ഏലക്കായുടെ പൊടിയൊക്കെ ഇതിൻ്റെ അടിവശത്ത് വന്ന് തങ്ങി നിന്ന്, അതാണ് അരിച്ചൊഴിച്ചില്ലെങ്കിലുള്ളൊരു പ്രശ്നം. അപ്പോൾ നിങ്ങളെല്ലാവരും കൃത്യമായിട്ടൊന്ന് അരിച്ചൊഴിക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. നല്ല ടേസ്റ്റ്. നമ്മൾ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ടേസ്റ്റാണ്. കാഷ്നട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഞാൻ മുറിച്ചും കൂടെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഭയങ്കര സോഫ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ. എനിക്ക് മാത്രമൊന്നുമല്ല, ഇവിടെ ശ്രീകുട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ മുറിക്കുന്ന സമയത്ത് ശ്രീകുട്ടനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിക്കാൻ വേണമെന്നൊക്കെ പറഞ്ഞ് വേഗം എടുത്തിട്ട് പോയി. ഞാൻ അപ്പോഴേക്കും ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ ഗൈസ്. ബൈ.